പരസ്പര വൈരങ്ങളാലും ഭിന്നതകളാലും കീഴ്പ്പെട്ടിരിക്കുന്ന ഒരു ജനതയാണ് നമ്മൾക്ക് ഇന്ന് ഈ ലോകത്ത് കാണുവാൻ സാധിക്കുന്നത്. ഇന്ന് വ്യക്തികൾക്കിടയിലും കുടുംബങ്ങൾക്കിടയിലും കുടുംബ ബന്ധങ്ങൾക്കിടയിലുമുള്ള ഐക്യം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ കാരണം പലപ്പോഴും നമ്മുടെ താല്പര്യങ്ങൾക്കുള്ള വ്യത്യാസം, അല്ലെങ്കിൽ അഹങ്കാരത്തിൻ്റെ ഒരു ഉയർച്ച, ക്ഷമയുടെ കുറവ്, ഇതെല്ലാം നമ്മുടെ ഹൃദയങ്ങളെ തമ്മിൽ അകറ്റുവാനുള്ള കാരണങ്ങളാണ്. പരസ്പരം ഐക്യത്തോടെ ജീവിക്കുവാൻ നമ്മളെ ആഹ്വാനം ചെയ്യുന്ന വേദവാക്യമാണ് റോമരുടെ ലേഖനം 15 അധ്യായം 5 അതിപ്രകാരം പറയുന്നു: എന്നാൽ നിങ്ങൾ ഐക്യമത്യപ്പെട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തെ ഏക മനസ്സോടെ ഒരു വായിനാൽ മഹത്വീകരിക്കേണ്ടതിന് സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവം നിങ്ങൾക്ക് ക്രിസ്തുയേശുവിന് അനുരൂപമായി തമ്മിൽ ഏക ചിന്തയോടിരിപ്പാൻ കൃപ നൽകുമാറാകട്ടെ. ഇവിടെ പറയുന്നത് സഹനത്തെയും ആശ്വാസത്തെയും നൽകുന്ന ദൈവം നമ്മളെ ക്രിസ്തുയേശുവിൽ അനുയോജ്യമായ മനസ്സോടെ പരസ്പരം ഐക്യത്തോടെ ജീവിക്കുവാൻ അനുഗ്രഹിക്കട്ടെ എന്നാണ്. ഈ വചനത്തിൽ ഒരേ സമയം ദൈവത്തിൻ്റെ സ്വഭാവത്തെയും നമ്മുടെ ദൗത്യത്തെയും ദൈവം നമ്മളോട് വെളിപ്പെടുത്തുകയാണ്. ഇവിടെ ദൈവം നമ്മെ സഹനത്തോടും ഐക്യത്തോടും കൂടെ ചേർന്ന് ജീവിക്കുവാൻ വിളിക്കുമ്പോൾ ആ ദൗത്യം നമുക്ക് ഭാരമാകേണ്ട കാര്യമില്ല. കാരണം അതിനായുള്ള ശക്തിയും ക്ഷമയും ഒക്കെ നമുക്ക് തന്ന് സൃഷ്ടിച്ചവനാണ് നമ്മളെ വിളിക്കുന്നത്. ക്രിസ്തുവിനുള്ള ആഴത്തിലുള്ള ഐക്യം നമ്മുടെ ഹൃദയത്തിൽ ദൃഢമായിട്ട് നിലനിൽക്കുമ്പോൾ അത് നമുക്ക് ഈ ലോകത്തിൽ നമുക്ക് മറ്റുള്ളവരുമായുള്ള ബന്ധങ്ങളിലും ആ ഐക്യവും സ്നേഹവും പ്രതിഫലനം ചെയ്യാൻ കഴിയും. ക്രിസ്തുയേശുവിലുള്ള നമ്മുടെ ഐക്യം നമ്മുടെ ബന്ധങ്ങളെ വേർപിരിയാതെ നമ്മുടെ ഭിന്നതകളെ മറികടക്കുവാനും സമന്വയത്തോടുകൂടി സഹനത്തോടുകൂടി ബന്ധങ്ങൾ മുന്നേറിപ്പോകുവാനും നമ്മളെ സഹായിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ജീവിതം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും ദൃഷ്ടാന്തമായി മാറുകയും സമൂഹത്തിലും കുടുംബത്തിലും നമ്മൾ നല്ല ഉദാഹരണമായി തീരുകയും ചെയ്യുന്നു. ക്രിസ്തുവിലുള്ള ആഴത്തിലുള്ള ബന്ധം, ക്രിസ്തുവുമായിട്ടുള്ള ആഴത്തിലുള്ള ഐക്യം നമ്മളത് സൂക്ഷിക്കുകയും വളർത്തുകയും ചെയ്യുമ്പോൾ അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ മൂലധനം മാത്രമല്ല, നമ്മുടെ ജീവിതവും നമ്മുടെ കർമ്മമണ്ഡലങ്ങളും നമ്മളുടെ ജീവിത പാതകളും ഒക്കെ മാറ്റിമറിക്കുന്ന ഒരു ശക്തിയായി മാറും. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരു ഭാര്യയും ഭർത്താവും ഇടയിൽ കോപവും തെറ്റിദ്ധാരണകളും ഒക്കെ ഉണ്ടാകുന്നത് സാധാരണമാണ്. പക്ഷേ അവയ്ക്കിടയിൽ സഹനവും മനസ്സിലാക്കലും നമ്മൾ വളർത്തിക്കൊണ്ടുവരണം. അതായത് കോപം തോന്നുമ്പോൾ നമ്മൾ ഒരു നിമിഷം നിശബ്ദമായിട്ടിരിക്കുക, മറ്റേയാൾ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കി പ്രതികരിക്കുക, അവർ പറയുന്ന വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുക, അവരുടെ വാക്കുകൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ പല വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുവാനും ഐക്യത്തോടെ ജീവിക്കുവാനും നമുക്ക് സാധിക്കും. പൗലോസ് അപ്പോസ്തലൻ ഈ വചനത്തിലൂടെ പറയുന്നത് വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരാശയമാണ്. ദൈവം തന്നെയാണ് പേഷ്യൻസും എൻകറേജ്മെൻറ്റ്സും നൽകുന്നത്. അതായത് സഹിക്കുവാനുള്ള ധൈര്യവും പരസ്പരം സ്നേഹത്തോടെ ജീവിക്കുവാനുള്ള പ്രചോദനവും ഒന്നായിട്ട് ജീവിക്കുവാൻ ആവശ്യമുള്ള ആത്മീയ ക്ഷമയും അതൊക്കെ നമ്മളിലുള്ള ദൈവിക ഗുണങ്ങളാണ്. ഈ ഗുണങ്ങളൊന്നും നമുക്ക് സ്വാഭാവികമായിട്ട് വരുന്നതല്ല. അത് പ്രാർത്ഥനയിലൂടെയും
ദൈവവചന ധ്യാനത്തിലൂടെയും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിലൂടെയും ഒക്കെ നമുക്ക് നേടിയെടുക്കേണ്ടതാണ്. പൗലോസ് പിന്നെയും പറയുന്നു, ക്രിസ്തുവിനെ പിന്തുടരുന്നവരായി നമ്മൾ ഐക്യം പുലർത്തി ജീവിക്കുന്നത് ശരിയും ഉചിതവുമാകുന്നു. അതായത് ക്രിസ്തുവിനെ പോലെ ഒത്തുചേർന്ന് ജീവിക്കുവാൻ പഠിക്കണം. അതാണ് വേണ്ടത്. ഒരിക്കൽ യേശുവിന് 2 ശിഷ്യന്മാർ തമ്മിൽ ആര് വലിയവനാവണം എന്ന വിഷയത്തെപ്പറ്റി തർക്കത്തിലേർപ്പെട്ടു. അവരുടെ ഉള്ളിൽ സ്വാർത്ഥതയും കോപവും ഒക്കെ ഉണ്ടായിരുന്നു. ഈ തർക്കം കണ്ടപ്പോൾ യേശു അവരെ ശാന്തമാക്കി പറഞ്ഞത് എന്തെന്നാൽ, ലോകത്തിൽ വലിയവനാകുവാൻ ആഗ്രഹിക്കുന്നവർ മറ്റുള്ളവരെ സേവിക്കുന്നവരാണ്. ഇങ്ങനെ പറഞ്ഞ ആ കോപത്തിലും തെറ്റിദ്ധാരണയിലും ഇരുന്ന ശിഷ്യന്മാരെ ഐക്യത്തോടും സ്നേഹത്തോടും കൂടെ മുന്നോട്ട് പോകുവാൻ യേശു പഠിപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഗ്രീക്ക് തത്വചിന്തകനായ എപ്പിക്യൂറസ് പറയുന്നത് പോലെ സന്തോഷവും മനഃശാന്തിയും ലഭിക്കുന്നത് ക്ഷമയിലൂടെയാണ്. അതായത് മറ്റുള്ളവരുടെ പിഴവുകളും തെറ്റുകളും ഒക്കെ സഹിക്കുവാനുള്ള ഒരു ശേഷിയാണ് സത്യമാർന്ന സന്തോഷത്തിനും ഐക്യത്തിൻ്റെയും അടിസ്ഥാനമാകുന്നത്. ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളും സ്വഭാവങ്ങളും ഒക്കെ തന്നാണ് ദൈവം നമ്മളെ ഒരു ശരീരത്തിലെ വിവിധ അവയവങ്ങൾ പോലെ ആണ് ഓരോ കുടുംബത്തിലെ ഓരോ അംഗവും. ദൈവം ഓരോരുത്തർക്കും പ്രത്യേകമായിട്ടുള്ള കർത്തവ്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ വ്യത്യസ്തകളൊക്കെ ഒരുമിച്ച് ചേർന്ന് സ്നേഹത്തോടും ഐക്യത്തോടും പ്രവർത്തിക്കുമ്പോഴാണ് കുടുംബത്തിൽ ശക്തിയും സമാധാനവും ലഭിക്കുന്നത്. മനുഷ്യരുടെ കണക്കുകൾക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ ചിലരോടൊപ്പം നമുക്ക് ഐക്യത്തിൽ ജീവിക്കുക എന്നത് അസാധ്യമായിട്ട് തോന്നാം. പക്ഷേ ദൈവം നമ്മളെ ഒരുമിപ്പിക്കുന്നത് മനുഷ്യൻ കാണുന്നതിലുമേറെ ആഴമുള്ള ലക്ഷ്യത്തിനായിട്ടാണ്. ഐക്യത്തോടും സ്നേഹത്തോടും ജീവിക്കുക എന്നത് അത്ര എളുപ്പം സാധിക്കുന്ന ഒരു കാര്യമല്ല. അതിനുവേണ്ടി മനസ്സും ശ്രമവും ഉണ്ടായാൽ മാത്രമേ അതിൻ്റെ ഒരു ഫലം, ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഫലം അനുഭവിക്കുവാൻ കഴിയുകയുള്ളൂ. നമ്മളെ സഹനത്തോടും സ്നേഹത്തോടും കൂടെ ജീവിക്കുവാൻ അനുയോജ്യമായ മനസ്സുള്ളവരാക്കി മാറ്റുന്നത് ദൈവമാണ്. ദൈവമേ, ഞങ്ങളെ ക്രിസ്തുവിൽ അനുയോജ്യമായി ഐക്യത്തോട് ജീവിക്കുവാൻ സഹായിക്കണമേ എന്ന് നമ്മുടെ ഓരോരുത്തരെയും പ്രാർത്ഥനയാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, നിത്യവചനം ഇന്ന് ഞങ്ങളെ സ്നേഹത്തിലും ഐക്യത്തിലും നിലനിൽക്കാൻ വിളിച്ചിരിക്കുന്നു. നിന്റെ ദൈവിക സഹനവും ആന്തരികമായ സ്നേഹവും ഞങ്ങൾക്ക് ആവശ്യമാണ്. ഞങ്ങൾ സമ്മതിക്കുന്നു. പരസ്പരം മനസ്സിലാക്കുവാനും ക്ഷമിക്കുവാനും കഴിയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ നീ ഞങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ അസാധ്യങ്ങൾ പോലും സാധ്യമാകുന്നു. ക്രിസ്തുവിലൂടെ ഞങ്ങളെ ഒരുമിക്കുവാൻ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ.